പൗത്രത്തിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ വരുണിനെ ശ്രീകാന്തിൻ്റെ ഗുണ്ടകൾ കുത്തുകയാണ്. പക്ഷെ ആ കുറ്റം വരുന്നത് വിക്രത്തിൻ്റെ ാണ്. അപ്പം ഇത് എല്ലാവരും അറിയുന്നുണ്ട്. അങ്ങനെ പത്രത്തിലൊക്കെ വരുന്നുണ്ട്. ഈ വാർത്ത അറിഞ്ഞ് ദീപ്തി തലകറങ്ങി വീഴുകയാണ്. ദീപ്തിക്ക് സഹിക്കാൻ പറ്റിയില്ല. വേദി അതുപോലെ ഈ വാർത്ത കണ്ട് ഞെട്ടുന്നുണ്ട്. ശ്രീകാന്തിനാണെങ്കിൽ ഭയങ്കര സന്തോഷം. വിചാരിച്ച പോലെ പ്ലാനൊക്കെ നടക്കുന്നുണ്ടല്ലോ. അങ്ങനെ ഇലക്ഷൻ്റെ ഇടയ്ക്ക് വിക്രം വരുണിനെ കുത്തി എന്നുള്ള വാർത്ത എല്ലായിടത്തും പ്രചരിച്ച്. ഈ സമയത്താണെങ്കിൽ ശ്രീകാര്യ ശ്രീനിവാസൻ അത് തൻ്റെ ഇലക്ഷന് ബാധിക്കുമെന്ന് മനസ്സിലായി. അങ്ങനെ വിക്രത്തെ വിളിച്ചുകൊണ്ട് പറയാണ്, നീ കുറച്ച് നാൾ ഇവിടുന്ന് മാറി നിൽക്ക്. അപ്പോൾ വിക്രം പറയാണ്, എന്തിനാ സാറേ മാറി നിൽക്കുന്നത്? ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. അത് എനിക്കും അറിയാം, സാറിനറിയാം, പിന്നെന്തിനാണ് നമ്മൾ ഭയപ്പെടുന്നത് എന്ന് വിക്രം ചോദിക്കുന്നുണ്ട്. അപ്പോൾ ശ്രീനി സാറ് പറയാണ്, ഇപ്പം അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇലക്ഷൻ്റെ സമയമാണ്, അത് നമ്മളെ പ്രതികൂലമായി ബാധിക്കും. പിന്നെ ആ വാസവൻ്റെ ഗുണ്ടകളും നിന്നെ തപ്പി നടക്കുന്നുണ്ട്. അയാളുടെ മകനെ കുത്തിയ കേസ് നീയാണ് ചെയ്തതെന്നല്ലേ അയാൾ വിശ്വസിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അയാളും വെറുതെ ഇരിക്കത്തില്ല. നിന്നെ കൈ കിട്ടിക്കഴിഞ്ഞാൽ അയാൾ എന്ത് ചെയ്യുമെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ വിക്രം പറയാണ്, അയാൾ എന്തോ ചെയ്യാനാണ്, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ശ്രീനി സാറ് പറയാണ്, നീ ഇവിടെ ബുദ്ധിപരമായി ചിന്തിക്കുകയാണ് വേണ്ടത്. കുറച്ച് ദിവസത്തേക്ക് ഇവിടുന്ന് മാറി നിൽക്കാൻ പറയാണ്. അപ്പോൾ വിക്രം തിരിച്ചു ചോദിക്കുകയാണ്, ഈ ഇലക്ഷൻ്റെ ഇടയ്ക്ക് എങ്ങനെയാണ് സാറേ മാറി നിൽക്കുന്നത്? ഇവിടെ ശ്രീനി സാറ് പറയാണ്, അത് കുഴപ്പമില്ല, ആ കാര്യങ്ങളൊക്കെ ഇനി പുളിയാൻ നോക്കിക്കോളൂ, നീ ഇവിടുന്ന് മാറി നിൽക്കുക, അതാണ് നല്ലതെന്ന് പറഞ്ഞ് ശ്രീനി സാർ അങ്ങ് പോവുകയാണ്. വിക്രത്തിന് നല്ല വിഷമമാവുന്നുണ്ട്. കാരണം ഇത്രയും നാൾ ശ്രീനി സാറിൻ്റെ കൂടെ നിന്നിട്ട് ഒരു ആപത്ത് വന്നപ്പം വിക്രത്തെ കൈയൊഴിഞ്ഞപ്പോൾ വിക്രത്തിന് നല്ല വിഷമം വരുന്നുണ്ട്. വിക്രം ഓണർ രാജേട്ടനെ അനിയൻകുട്ടിനെയൊക്കെ വിളിക്കുന്നുണ്ട്. അപ്പം എൻ്റെ അടുത്ത് ശ്രീനി സാർ ഇവിടുന്ന് മാറി നിൽക്കാനാണ് പറഞ്ഞത് എന്ന് അവരോട് പറയുന്നുണ്ട് വിക്രം. അപ്പം രാജേട്ടൻ ചോദിക്കുകയാണ്, നീ ഇത്രയും നാൾ അങ്ങേരുടെ കൂടെ നിന്നിട്ട് നിനക്കൊരു ആപത്ത് വന്നപ്പം അങ്ങേര് നിന്നെ കൈയൊഴിയാണോ ചെയ്യുന്നത്? വിക്രം പറയാണ്, അത് ഇലക്ഷൻ്റെ സമയം ആയതുകൊണ്ട് സാറിനിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. പിന്നെ ആ വാസവൻ്റെ ഗുണ്ടകളും എന്നെ തിരക്കി നടക്കുന്നതെന്നാണ് സാറ് പറഞ്ഞത്. അനിയൻകുട്ടൻ ഫോൺ വാങ്ങിച്ചിട്ട് പറയാണ്, നീ അവിടുന്ന് മാറി നിൽക്കുന്നതാണ് നല്ലത്. അയാളുടെ ഗുണ്ടകൾ എല്ലായിടത്തും കിടന്ന് തപ്പുവാണ് നിന്നെ പിടിക്കാൻ. അയാൾ ഇനി വെറുതെ ഇരിക്കുമെന്ന് നീ വിചാരിക്കേണ്ട എന്ന് അനിയൻകുട്ടനും പറയാണ്. അങ്ങനെ വിക്രം ഒളിവിൽ പോകാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. സമയത്ത് കാര്യങ്ങളൊക്കെ അറിഞ്ഞ് കമലമ്മ ഭയങ്കര കരച്ചിലൊക്കെയാണ്. അപ്പോൾ മാഷ് പറയാണ്, അവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, അതെനിക്ക് ഉറപ്പാണ്. അവൻ ഇലക്ഷനോട് മാത്രമേ ശ്രീനിവാസിൻ്റെ കൂടെ നിൽക്കത്തുള്ളൂ എന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് തന്നെ ഈ ഒരു തെറ്റും അവൻ ചെയ്യത്തില്ലെന്ന് മാഷ് പറയാണ്. അപ്പോൾ കമലമ്മ പറയാണ്, അത് നമുക്കല്ലേ അറിയത്തുള്ളൂ മാഷേ, അവനെ പോലീസ് പിടിക്കാൻ നടക്കുകയില്ലേ, മാത്രമല്ല വാസവൻ്റെ ഗുണ്ടകളൊക്കെ അവനെ തപ്പി നടക്കുക, അവരുടെ കയ്യിലെങ്ങാനും കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ മോൻ എന്തെങ്കിലും ആപത്ത് സംഭവിക്കുമോ എന്ന് കമലമ്മ പറയാണ്. മാഷ് വേദ എന്ന് വിളിച്ച് കാര്യങ്ങളൊക്കെ പറയാണ്. അപ്പോൾ മാഷ് പറയാണ്, ഇല്ല ഞാൻ വിളിക്കത്തില്ല, കാരണം വേദ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കാണും. അവൾക്ക് ഒന്നാമത് അവൻ ശ്രീനി സാറിൻ്റെ കൂടെ നടക്കുന്നതൊന്നും അവൾക്ക് ഇഷ്ടമല്ല, അതിൻ്റെ കൂടെ ഈ കാര്യം വിളിച്ച് നമ്മൾ എങ്ങനെയാണ് പറയുന്നത് എന്ന് മാഷ് പറയാണ്. ശ്രീജ പറയാണ്, വേദയ്ക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ വെച്ചാൽ നമ്മളിങ്ങനെയൊക്കെ പറയുന്നെങ്കിലും വേദയുടെ ഉള്ളിൽ വിക്രമുണ്ട്, അച്ഛൻ വേദയെ കണ്ട് കാര്യങ്ങളൊക്കെ ഒന്ന് പറയാവോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ മാഷ് ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. അതേ മാഷ് ഒന്ന് പറ, വേദയെടുത്ത് കാര്യങ്ങളൊക്കെ പറയാണ്. മാഷ് പറയാണ്, നമ്മളിത് പറഞ്ഞെങ്കിലും ഈ കാര്യങ്ങളെല്ലാം നാട്ടിൽ ഇപ്പം പാട്ടാണ്, ഇത് അറിയാതൊന്നും ഇരിക്കത്തില്ല എന്ന് മാഷ് പറയാണ്. സമയത്താണെങ്കിൽ വേദ ഭയങ്കര ടെൻഷനിലാണ്. വേദയ്ക്ക് അറിയാം വിക്രം ഈ ഒരു തെറ്റ് ചെയ്തിട്ടില്ല എന്ന് വേദയ്ക്ക് ഉറപ്പാണ്. പക്ഷേ ഇത് ആരാണ് ചെയ്തത് ഒന്നും വേദയ്ക്കൊരു പിടിയുമില്ല. ദീപ്തിയാണെങ്കിൽ ആകെപ്പാടെ സങ്കടത്തോടെ കരച്ചിലും ബഹളവും തന്നെ. അതും വേദയ്ക്ക് കാണാൻ വയ്യാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ശ്രീകാന്തും ചന്ദ്രശേഖരനും കൂടെ വാസവനെ കാണുന്നുണ്ട്. അപ്പോൾ വാസവൻ്റെ അടുത്ത് പറയാണ്, ഒരിക്കലും വിക്രം അങ്ങനെ ചെയ്യുമെന്ന് ഞങ്ങൾ വിചാരിച്ചില്ല. ഇലക്ഷൻ്റെ പേരും പറഞ്ഞ് വരുണിനെ കുത്തുമെന്നോ ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചില്ല. വാസവൻ പറയാണ്, അവൻ എൻ്റെ മോനോടാണ് കളിച്ചത്. ഞാൻ ഇടയ്ക്ക് വെച്ചത് വിചാരിച്ചത് അവർ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ തീർന്ന് ഇനി അവനെ ഉപദ്രവിക്കത്തില്ല എന്നാണ്. അപ്പോൾ ശ്രീകാന്ത് പറയാണ്, അവൻ്റെ സ്വഭാവം ഒരിക്കലും മാറത്തില്ല. അവൻ ആ ശ്രീനിവാസൻ എന്ത് പറയുന്നു അതുപോലെ തന്നെ ചെയ്യും. അതുകൊണ്ടല്ലേ എൻ്റെ പെങ്ങൾ അവനെ ഉപേക്ഷിച്ച് എൻ്റെ വീട്ടിൽ തിരിച്ചു വന്നത്. ഇത്രയും നാൾ വരുണിനോട് കാണിച്ചത് ഒരു സ്നേഹപ്രകടനം മാത്രമാണ്. അവൻ അവസരം വന്നപ്പോൾ ശ്രീനിവാസൻ പറഞ്ഞത് പ്രകാരം വരുണിനെ കുത്തിയതാണെന്ന് ശ്രീകാന്ത് പറഞ്ഞ് വാസവനെ ദേഷ്യം പിടിപ്പിക്കുന്നുണ്ട്. അപ്പം വാസവൻ പറയാണ്, എൻ്റെ മോനെ അങ്ങനെ അപായപ്പെടുത്തിയിട്ട് ഈ നാട്ടിൽ അവൻ ജീവിക്കാൻ പറ്റുമെന്ന് വിചാരിക്കേണ്ട, അവനെ ഞാൻ കൊല്ലുക തന്നെ ചെയ്യും എന്ന് പറയാണ്. അപ്പോൾ ചന്ദ്രശേഖരൻ പറഞ്ഞു കൊടുക്കുകയാണ്, ഇനി അവനെ ജീവനോടെ വെച്ചേക്കല്, അവനെ ഈ ഇലക്ഷന് മുമ്പ് തന്നെ തട്ടിക്കളഞ്ഞേക്കണം എന്ന് ചന്ദ്രശേഖരൻ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ വാസവൻ പറയാണ്, അവൻ ജീവിച്ചിരിക്കണോ വേണ്ടതെന്ന് തീരുമാനിക്കുന്നത് ഞാനാണെന്നും പറഞ്ഞ് വാസവൻ ദേഷ്യത്തിൽ അങ്ങ് പോവുകയാണ്. അപ്പോൾ ഇത് കാണുമ്പോഴത്തേക്ക് ചന്ദ്രശേഖരനും അതുപോലെ ശ്രീകാന്തിനും ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. അച്ഛാ, നമ്മൾ വിചാരിച്ച പോലെ തന്നെ പ്ലാനൊക്കെ പോകുന്നുണ്ട് ഇല്ലേ അച്ഛാ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ചന്ദ്രശേഖരൻ പറയാണ്, അതെ, നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ നടക്കുന്നു. ഒരുത്തൻ കുത്തേറ്റ് വീണ് അടുത്തവനെ ഇവൻ കൊന്നോളൂ, അതുകൊണ്ട് നമുക്ക് പേടിക്കണ്ട, നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ നടക്കും എന്ന് ചന്ദ്രശേഖരൻ പറയുകയാണ്. ഈ സമയത്താണെങ്കിൽ വേദയെ മാഷ്
വക്കീൽ ഓഫീസിൻ്റെ ഫ്രണ്ട് വെച്ച് കാണുന്നുണ്ട്. അപ്പം മാഷിനെ കാണുമ്പോൾ വേദ അങ്ങോട്ട് ചെല്ലുന്നുണ്ട്. അച്ഛാ, മാഷ് ചോദിക്കുന്നുണ്ട്, ഇപ്പോഴും ആ സ്ഥാനം തരുന്നുണ്ടല്ലോ, വളരെ സന്തോഷം. അച്ഛാ, ഞാൻ കാര്യങ്ങളൊക്കെ അറിഞ്ഞെന്ന് വേദ പറയാണ്. ആ, എൻ്റെ മോൻ ആ വരുണിനെ കുത്തിയെന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷെ ഞാനത് വിശ്വസിച്ചിട്ടില്ല. അവൻ അങ്ങനെ ചെയ്യത്തില്ലെന്ന് എനിക്ക് ഉറപ്പാണ്. അവൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നു തുടങ്ങിയതാ. ഇത്രയും നാൾ അവൻ ചെയ്യാത്ത കുറ്റത്തിൻ്റെ പേരിൽ അവൻ ശിക്ഷപ്പെട്ടു. ഇനിയും അങ്ങനെ തന്നെ ആവണമെന്നായിരിക്കും ദൈവനിശ്ചയം എന്ന് മാഷ് സങ്കടത്തോടെ പറയാണ്. അപ്പം വേദ പറയാണ്, എനിക്കറിയാച്ച വിക്രം ഒരിക്കലും അങ്ങനൊന്നും ചെയ്യത്തില്ല. മാത്രമല്ല വരുണുമായിട്ട് ഇപ്പോൾ ഒരു പ്രശ്നവും ഇല്ല. ദീപ്തിയുടെ കാര്യം വന്നപ്പോൾ വരുണിനോട് സംസാരിച്ചതും വിക്രം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കലും വരുണിനോട് അങ്ങനെ വിക്രം ചെയ്യത്തില്ലെന്ന് എനിക്ക് ഉറപ്പാണ് എന്ന് വേദ പറയുന്നുണ്ട്. മാഷു പറയാണ്, ആ വാസവൻ്റെ ആൾക്കാർ അവനെ തിരക്കി നടക്കുക. അവരെ കയ്യിലെങ്ങാനും കിട്ടിക്കഴിഞ്ഞാൽ അവനെ കൊല്ലുമെന്നും പറഞ്ഞാൽ അവർ നടക്കുന്നത്. പിന്നെ പോലീസും അവനെ തിരക്കുന്നുണ്ട്. പിന്നെ കേസ് കോടതിയിൽ എത്തുമെന്ന് മാഷ് പറയുകയാണ്. ശ്രീനിവാസൻ കൂടെ കൊണ്ട് നടന്നിട്ട് ഇപ്പം അവനോട് ഒളിവിൽ പോകാനാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെ അവൻ ഒളിവിലാണെന്ന് മാഷ് പറയുകയാണ്. എവിടാണെന്ന് അച്ഛന് വല്ല പിടിയും ഉണ്ടോ എന്ന് വേദ ചോദിക്കുകയാണ്. എനിക്കൊന്നും അറിയത്തില്ല, ഞാൻ ഇതൊന്നും തിരക്കത്തില്ല, എനിക്ക് ഇനി ടെൻഷനൊന്നും താങ്ങാൻ വയ്യ എന്ന് മാഷ് പറയുകയാണ്. എന്നാൽ ഞാൻ പോട്ടെ മോളെ എന്നും പറഞ്ഞ് മാഷങ്ങ് പോവുകയാണ്. അങ്ങനെ വേദ നേരെ വീട്ടിലേക്ക് വരികയാണ്. വീട്ടിൽ വരുമ്പോൾ ശ്രീകാന്താണെങ്കിൽ ചന്ദ്രശേഖരനോട് സംസാരിക്കുന്നത് യാദൃശ്ചികമായി വേദ കേൾക്കുന്നുണ്ട്. അച്ഛാ, നമ്മൾ വിചാരിച്ച പോലൊക്കെ കാര്യങ്ങൾ നടന്ന്, പക്ഷേ കോടതിയിൽ അവൻ എത്തുന്നതിന് മുമ്പ് തന്നെ അവനെ ആ വാസവൻ്റെ ആൾക്കാർ കൊല്ലണം. ഇല്ലെങ്കിൽ ചിലപ്പം വലിയ പ്രശ്നത്തിലേക്ക് നയിക്കും. മാത്രമല്ല വരുണിനെ കുത്തിയ ഗുണ്ടകൾ എങ്ങാനും കൂട്ടത്തിലുള്ളവർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അത് തിരക്കി വരുമ്പോൾ ചിലപ്പം നമ്മളെങ്ങാനും കുടുങ്ങിയാലോ എന്ന് ശ്രീകാന്ത് പറയുന്നത് വേദ കേൾക്കുന്നുണ്ട്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് വേദ ഞെട്ടുന്നുണ്ട്. അപ്പം ചന്ദ്രശേഖരൻ പറയാണ്, നീ അങ്ങനൊന്നും പേടിക്കണ്ട, അവന്മാർ നമ്മളെ ഒറ്റയ്ക്കൊന്നുമില്ല എന്ന് പറയണം. പിന്നെ വാസവനല്ലേ, അവൻ കോടതിയിൽ ഈ കേസ് വരുന്നതിന് മുമ്പ് തന്നെ അവൻ്റെ കാര്യത്തിൽ തീരുമാനമാക്കും. അതുകൊണ്ട് നീ പേടിക്കണ്ട എന്ന് പറയാണ്. ശ്രീകാന്ത് പറയുന്നുണ്ട്, അങ്ങനെ പേടിയൊന്നുമില്ല, വാസവനെ എനിക്ക് വിശ്വാസം, അയാൾ പറഞ്ഞതുപോലെ തന്നെ ചെയ്യും. അവനെ ഇട്ടായാലും അയാൾ തീർക്കും. അവൻ ഒളിവിൽ നിന്ന് പുറത്ത് വന്ന ഉടനെ അയാൾ കൊല്ലും എന്ന് ശ്രീകാന്ത് ചന്ദ്രശേഖരനോട് പറയാണ്. ഇതൊക്കെ വേദ എവിടെ നിന്ന് കേൾക്കുന്നുണ്ട്. വേദ ആകെപ്പാട് ഞെട്ടുന്നുണ്ട്. അങ്ങനെ മുറിയിൽ പോയിരുന്ന് സങ്കടപ്പെട്ട് വേദ ഇങ്ങനെ കരയാണ്. എങ്ങനെയെങ്കിലും വിക്രത്തെ രക്ഷിക്കണം എന്ന് വേദ തീരുമാനിക്കുകയാണ്. മാത്രമല്ല ശ്രീകാന്തിൻ്റെ കള്ളത്തരങ്ങൾ പൊളിച്ചടുക്കി കൊടുക്കണമെന്നും വേദ തീരുമാനിക്കുകയാണ്. ഇനി ഈ കള്ളത്തരം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഒരു കാര്യമില്ലെന്ന് വേദയ്ക്ക് മനസ്സിലാവുകയാണ്. മാത്രമല്ല ശ്രീകാന്തിനെ ഇനി വെറുതെ വിട്ട് കഴിഞ്ഞാൽ അയാൾ കൂടുതൽ തെറ്റ് ചെയ്യുകയും അതുപോലെ വിക്രത്തിന് എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ളൊരു തോന്നൽ വേദയ്ക്ക് ഉണ്ടാവുകയാണ്. അങ്ങനെ ആരും കാണാതെ വേദയാണെങ്കിൽ ഫോൺ എടുത്ത് പുറത്ത് നിന്ന് വിളിക്കുകയാണ്. രാജേട്ടനെയാണ് വിളിക്കുന്നത്. എന്തേ വേദ ഈ സമയത്ത് വിളിച്ചെന്ന് രാജേട്ടൻ ചോദിക്കുകയാണ്. ഞാൻ രാജേട്ടനോട് ഒരു കാര്യം പറയാനാണ് വിളിച്ചത്. എന്താ വേദയെന്ന് ചോദിക്കുകയാണ്. വിക്രം ഒളിവിലാണെന്ന് ഞാൻ അറിഞ്ഞ്, പക്ഷേ വിക്രം പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ആ വാസവൻ്റെ ആൾക്കാർ വിക്രത്തെ കൊല്ലും, അത് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും നിങ്ങൾ വിക്രത്തെ ചക്രമണി സാറിൻ്റെ ഓഫീസിലെത്തിക്കണം. അവിടെ എത്തിച്ചെന്നാൽ ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് വേദ പറയാണ്. എന്താ വേദ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിക്കണം. അതൊക്കെ എന്നോട് ഇപ്പം ചോദിക്കല്ലേ, എന്തായാലും സൂക്ഷിച്ചു വേണം. വിക്രത്തെ എങ്ങനെയെങ്കിലും ചക്രപാണി സാറിൻ്റെ ഓഫീസിലെത്തിക്കണം. പിന്നെ ഇവിടുന്ന് കോടതിയിൽ എത്തിക്കുന്ന കാര്യം ഞാൻ ഏറ്റെന്ന് വേദ പറയുകയാണ്. രാജേട്ടൻ പറയാണ്, മോളൊട്ടും വിഷമിക്കേണ്ട, വിക്രത്തെ ഞങ്ങളെ ചക്രപാണി സാറിൻ്റെ ഓഫീസിൽ എത്തിക്കും, ഉറപ്പാണ്. അതിന് മോള് വിഷമിക്കണ്ട. നാളെ കോടതിയിൽ ധൈര്യത്തോടെ മോൾക്ക് വരാമെന്ന് രാജേട്ടൻ പറയുകയാണ്. ശരി എന്നും പറഞ്ഞ് വേദ വെക്കുന്നുണ്ട്. അങ്ങനെ പിറ്റേന്ന് കോടതി കൂടുകയാണ്. കോടതി കൂടുമ്പം തന്നെ വിക്രം കോടതിയിൽ എത്തിയിട്ടുണ്ട്. ഈ കാര്യം അറിഞ്ഞ് വാസവൻ അകപ്പാടെ ദേഷ്യമാവുന്നുണ്ട്. ഇവനെ തിരക്കി ഈ ഭൂലോകം മൊത്തം നടന്നിട്ട് അവനിപ്പം കോടതിയിൽ വന്ന് അതെങ്ങനെ വന്ന് എന്ന് വാസവനാണ് ഈ ഗുണ്ടടുത്ത് ചോദിക്കുന്നുണ്ട്. ഈ സമയത്ത് ശ്രീകാന്തും ഇതേ ടെൻഷൻ തന്നെ, ഇവൻ എവിടുന്ന് എങ്ങനെ കോടതി വന്ന് എന്നൊക്കെ ഒരു ടെൻഷനിലാണ് ശ്രീകാന്തിന്. കോടതിയിൽ കേസ് വിളിച്ചപ്പോൾ വേദയാണെങ്കിൽ വാദിക്കുന്നുണ്ട്. വിക്രം സുധാകരൻ എന്ന വരുണിനെ കുത്തി എന്ന് പറയുന്ന കേസിൽ ഒളിവിലായിരുന്നു. കാരണം വാസവൻ്റെ ഗുണ്ടകൾ വിക്രത്തെ കൊല്ലാൻ വന്നിരുന്നു. മാത്രമല്ല പോലീസും വിക്രത്തിൻ്റെ പുറകിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നേരിട്ട് കോടതിയിൽ ഹാജരാക്കിയെന്ന് വേദ പറയുകയാണ്. പക്ഷേ ആ സമയത്ത് വിക്രം വേറൊരു സ്ഥലത്തായിരുന്നു. ഇലക്ഷൻ പ്രചാരണ വേറൊരു ഭാഗത്തായിരുന്നു. വരുണിനെ കുത്തുകൊണ്ട സമയത്ത് വിക്രം ആ കൂട്ടത്തിലില്ലായിരുന്നു. ഈ ഗുണ്ടകൾ ചേർന്നാണ് വരുണിനെ വഴി തടഞ്ഞു നിർത്തി കുത്തിയത്. ആ കേസുമായിട്ട് വിക്രത്തിന് ഒരു ബന്ധമില്ലെന്ന് വേദ വാദിക്കുകയാണ്. വരുണിനെ കൊല്ലാൻ വേണ്ടി അവരെ ഇറക്കിയത് ശ്രീകാന്താണ്, എൻ്റെ സഹോദരൻ ശ്രീകാന്ത്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് വിക്രമും ബാക്കിയുള്ളവരെല്ലാം ഞെട്ടുന്നുണ്ട്. അങ്ങനെ ശ്രീകാന്തിൻ്റെ കള്ളക്കളികളെല്ലാം വേദ കോടതിയിൽ വലിച്ചു കീറുകയാണ്. ഇതൊക്കെ കേട്ട് എല്ലാവരും ഇങ്ങനെ ഞെട്ടിയിരിക്കുകയാണ്.